ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ, എലഗൻസ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, AR കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കുറ്റാരം, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരത് ഐ ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ പരുത്തിപ്പാറ, KMK ഹോസ്പിറ്റൽ കുന്നിക്കോട് ആൻഡ് സ്റ്റൈൽ ബാത്ത് കൊട്ടാരക്കര ആയൂർ പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, bathroom fittings, modular kitchen, plumbing, tiles, sanitary, paint, furniture, granite, cement, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. Elegant Events and Caterers, Pattanapuram. Make your days elegant and eventful. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant Events, SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. Phone 99476970. AR College of Engineering and Technology near Kuttalam, Tamil Nadu. AICTE approved, affiliated to Anna University, Chennai. Courses offered: UG courses, BE Mechatronics, BE Civil Engineering, BE Computer Science and Engineering, BE Electronics and Communication Engineering, BE Mechanical Engineering, BE Electrical and Electronics Engineering, BE Automobile Engineering. PG courses: ME Applied Electronics, ME Computer Science and Engineering, ME Power Electronics, ME Structural Engineering, ME Computer Aided Design. For admission contact AR Information Center, Chowk Road, Punalur. Phone 9562023444. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെ വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SBTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മി, ഐറ്റസ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. നിരവധി ബൈക്ക് മോഷണ കേസിലെ പ്രതിയെ കടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് ആൽത്തറമൂട് വാറൂർ വീട്ടിൽ ശരത്. തൃശൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ അധികൃതർ തെമ്മല എക്കോ ടൂറിസം സന്ദർശിച്ചു. 2 ദിവസത്തെ പാക്കേജാണ് സംഘം ഇവിടെ ലക്ഷ്യമിടുന്നത്. പുനലൂർ തൊളിക്കോട് നിർമ്മിക്കുന്ന AKG മന്ദിരത്തിന്റെ ഉദ്ഘാടനം 31-ന് നടക്കും. വൈകുന്നേരം 6-ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. വാർത്തകൾ വിശദമായി. നിരവധി ബൈക്ക് മോഷണ കേസിലെ പ്രതിയെ കടയ്ക്കൽ പോലീസ് പിടികൂടി. ആൽത്തറമൂട് വാറൂർ വീട്ടിൽ ശരത് എന്ന 20-കാരനാണ് പിടിയിലായത്.
കിഴക്കൻ മേഖലയിൽ മോഷണം വ്യാപകമായതിനെ തുടർന്ന് കടക്കൽ സിഐ ദിലീപ് കുമാർ ദാസിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലാകുന്നത്. വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ചതുൾപ്പെടെ നിരവധി കേസുകളിൽ ശരത്തിന്റെ പങ്ക് തെളിഞ്ഞിട്ടുണ്ട്. കടക്കൽ പഴയ മാർക്കറ്റിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ടും ശരത്തിനെതിരെ കേസുകൾ നിലവിലുണ്ട്. ഒരു മാസമായി ഇയാൾ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. അന്വേഷണത്തിൽ 2 ബൈക്കുകൾ ഇതുവരെ കണ്ടെടുത്തിട്ടുണ്ട്. സ്റ്റേഷൻ പരിധിയിൽ നടന്ന മാലമോഷണത്തെക്കുറിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിലും ഇയാൾക്ക് പങ്കുള്ളതായാണ് സൂചന. SI സുമേഷ് ലാൽ, സിവിൽ പോലീസ് ഓഫീസർമാരായ ജഹാംഗീർ, ശ്രീകുമാർ, വി സുമേഷ്, ഷിബു, ഗോപൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതി റിമാൻഡ് ചെയ്തു. ചോദ്യം ചെയ്തതിൽ നിന്നും ഇയാൾ മോഷ്ടിച്ച വാഹനമാണെന്നും കൂടുതലായി ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും തുടർന്ന് രണ്ടാമതായ ഒരു ബൈക്ക് ഇയാളെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുകയും ഇയാളെ കൺഫഷൻ സ്റ്റേറ്റ്മെന്റ് പ്രകാരം 4ഓളം ബൈക്കുകൾ മോഷ്ടിച്ചതായി പറയുകയും അതിൽ ഒരു ബൈക്ക് ഗോകുലം മെഡിക്കൽ കോളേജിൽ നിന്നും എടുത്തിട്ടുള്ളതായി പറഞ്ഞിട്ടുണ്ട്. ഇയാളെ മോഡസ് ഓഫ് ഓപ്പറണ്ടി എന്ന് പറയുന്നത് ഈ പ്ലഗിൽ നിന്നും വരുന്ന വയറിൽ പിന്ന് കുത്തി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇയാൾ അവലംബിച്ചത്. ചാവിയോ മറ്റോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. തുടർന്ന് ഇയാളെ കുറിച്ച് കൂടുതലായി അന്വേഷിച്ചു വരുന്നു. രാഹുൽ എന്നുള്ള ഇയാളെ ഒരു കമ്പാനിയനുണ്ട്. ഇയാള് ഇപ്പൊ റിമാൻഡിലാണ്. പല കേസുകളിലും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു മോഷ്ടാവാണ്. കൂടുതലായിട്ട് ഇനി ഇദ്ദേഹത്തിനെ കസ്റ്റഡിയിൽ വാങ്ങിച്ച് ചോദ്യം ചെയ്താലേ മറ്റു കാര്യങ്ങൾ അറിയാൻ കഴിയുള്ളൂ. ലൈവ് വാർത്ത കടക്കൽ. പുനലൂർ പട്ടണത്തിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പുനലൂർ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ സമരത്തിനൊരുങ്ങുന്നു. വ്യാഴാഴ്ച രാവിലെ മുതൽ സമരത്തിന്റെ 1ാം ഘട്ടമായി വിദ്യാർത്ഥികളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും ഒപ്പുശേഖരണം നടത്തും. പുനലൂർ ടൗണിൽ നടപ്പാത നിർമ്മിച്ചു നൽകുക, ടൗണിലെ റോഡിന് കട്ടകൾ പാകി വീതി കൂട്ടുക, കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിച്ചു നൽകുക, അടിയന്തരമായി ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുക, വൺ വേ സമ്പ്രദായം കാര്യക്ഷമമായി നടപ്പിലാക്കുക, ടൗണിലെ ഗതാഗതക്കുരുക്കിന് മുഖ്യ കാരണമാകുന്ന ഗോഡൌണുകൾ ടൗണിൽ നിന്നും മാറ്റി സ്ഥാപിക്കുക, മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണുക, ഇറച്ചിക്കട വ്യാപാരികൾക്ക് സ്ലോട്ടർ ഹൌസ് ഉടൻ നിർമ്മിച്ചു നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പുനലൂർ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ സമരത്തിനൊരുങ്ങുന്നത്. സമരത്തിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ വ്യാഴാഴ്ച സ്കൂൾ വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും ഒപ്പുശേഖരണം നടത്തും. നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് അധികൃതർ ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ സായാഹ്ന ധർണ, കൂട്ട ഉപവാസം, മനുഷ്യച്ചങ്ങല, സൂചനാ നിരാഹാരം, അനിശ്ചിതകാല നിരാഹാരം തുടങ്ങിയ തുടർ സമരങ്ങളും സാംസ്കാരിക സമിതി ആലോചിക്കുന്നുണ്ട്. പുനലൂർ തൂക്കുപാലത്തിന്റെ നവീകരണം ഉൾപ്പെടെയുള്ള സമരങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിച്ച പൊതുപ്രവർത്തകനായ AK നസീറിന്റെ നേതൃത്വത്തിലാണ് സാംസ്കാരിക സമിതി ഗതാഗതക്കുരുക്കിന് പരിഹാരമായി സമരത്തിനൊരുങ്ങുന്നത്. കഴിഞ്ഞ നാളുകളിൽ പുനലൂർ പട്ടണത്തിലെ ഗതാഗത സ്തംഭനം, അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്ക് സുഗമമായി നടക്കുവാൻ വേണ്ടിയുള്ള കാൽനട നടപ്പാത ഇല്ലാത്തത്, കിഴക്കൻ മേഖലയിൽ നിന്നും മറ്റു ഭാഗങ്ങളിലായി പുനലൂരിൽ സാധനം വാങ്ങിക്കുവാൻ വരുന്നവർക്ക് വേണ്ടി സാധനം വാങ്ങിക്കുവാൻ എത്തുന്നവർക്ക് തിരിച്ച് പോകുന്നതിന് ഉള്ള കാത്തിരിപ്പ് കേന്ദ്രം, ഒരു ചെറിയ മഴ പെയ്താൽ പോലും പുനലൂർ പട്ടണം മാർക്കറ്റ് ജംഗ്ഷനിലും അതുകണക്ക് തന്നെ തൂക്കുപാലത്തിന്റെ ഭാഗത്തും TB ജംഗ്ഷനിലും നിരന്തരം ഉണ്ടാകുന്ന വെള്ളക്കെട്ടുകൾ, നിരന്തരം കൊടുക്കുന്ന പരാതികൾക്ക് കണ്ടില്ലെന്നടിക്കുന്ന പുനലൂർ നഗരസഭയും അതിനോടൊപ്പം തന്നെ PWD ഏമാമാരും അതുപോലെ തന്നെ NH ഓഫീസിലെ ഏമാമാരും പുനലൂർ പട്ടണത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യചിഹ്നം ഇപ്പോൾ നിലനിൽക്കുകയാണ്. പുനലൂരിലെ കാൽനട യാത്രക്കാർക്ക് നടന്നു പോകുന്നതിനുള്ള അവകാശം ലംഘിച്ചുകൊണ്ടുള്ള പുനലൂർ നഗരസഭയുടെ മുമ്പോട്ട് പോക്ക് ഒരു കാരണവശാലും നമ്മൾ അനുവദിക്കുകയില്ല. സാധാരണക്കാരെ ജനങ്ങൾ സർക്കസ് പഠിച്ചാൽ പോലും പുനലൂർ ടൗണിലൂടെ യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ലൈവ് വാർത്ത പുനലൂർ. പുനലൂർ പട്ടണത്തിന്റെ നിത്യശാപമാണ് വർദ്ധിച്ചു വരുന്ന ഗതാഗത കുരുക്ക്. നാളിതുവരെ ഇതിന് ശാശ്വത പരിഹാരം കാണാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. സമീപ പഞ്ചായത്തുകളിൽ പോലും ഇലക്ട്രോണിക് ട്രാഫിക് കൺട്രോൾ സിസ്റ്റം നിലവിൽ വന്നിട്ടും പുനലൂർ പട്ടണത്തിൽ ഇത് ഇന്നും വിദൂര സ്വപ്നം മാത്രം. വർദ്ധിച്ചു വരുന്ന ഗതാഗതക്കുരുക്കിൽ നഗരം നട്ടം തിരിയുകയാണ്. സ്കൂൾ സമയങ്ങളിൽ വൻ ഗതാഗതക്കുരുക്കാണ് പട്ടണത്തിൽ അനുഭവപ്പെടുന്നത്. റോഡിന് വീതിയില്ലാത്തതും നടപ്പാതയില്ലാത്തതും ഗതാഗതക്കുരുക്കിന് പ്രധാന കാരണമാകുന്നുണ്ട്. പുനലൂരിലെ പൊള്ളുന്ന ചൂടിൽ വാഹനം കാത്തു നിൽക്കുന്നവരുടെ ദുരിതവും ചെറുതല്ല. എന്നാൽ കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ച് ഇതിന് പരിഹാരം കാണാൻ അധികൃതർക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. ടൗണിലെ ഗോഡൌണുകളിൽ നിന്നും ചരക്കിറക്കുന്നതും ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുണ്ട്. പട്ടണത്തിൽ കൃത്യമായി സീബ്ര ലൈനുകൾ വരയ്ക്കാൻ പോലും NH PWD അധികൃതർ തയ്യാറായിട്ടില്ല. നഗരത്തിലെ ഇത്തരം പ്രശ്നങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും അധികൃതർ മൗനത്തിലാണ്. ഇതിനെതിരെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രതികരിച്ചിരുന്നെങ്കിലും ശാശ്വതമായ പരിഹാരം ഇനിയും ഉണ്ടായിട്ടില്ല. മൊട്ട വണ്ടി കൊണ്ടിടുക, അല്ല അവിടെ റോഡ് മൊത്തം ബ്ലോക്ക് ആക്കുക. അവരെയാണ്ട് കൊണ്ട് വന്നിട്ട് പോലീസുകാർ ഇവിടെ വന്ന് വെട്ടിയടിച്ച് ഓരോരുത്തരെ കൊണ്ടുപോവുക. വേണ്ട ഇതിപ്പോൾ ഇന്ന് തന്നെ ആണ്ട് 2 വണ്ടി ഇവിടെ വണ്ടി വന്നിട്ടാണ് ഇവിടെ ഈ വീതിയേ ഉള്ളൂ. ഞങ്ങൾ എന്താ ചെയ്യണേ? ഞങ്ങൾ ജീവിക്കണ്ടേ? ലൈവ് വാർത്ത പുനലൂർ.
പുനലൂർ തൊളിക്കോട് നിർമ്മിച്ച AKG മന്ദിരത്തിന്റെ ഉദ്ഘാടനം 31-ന് നടക്കും. വൈകുന്നേരം 6-ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ തൊളിക്കോട് വൈലിറക്കത്തി വീട്ടിൽ പരേതനായ രാമകൃഷ്ണപിള്ളയുടെ മകൻ സുബ്രഹ്മണ്യൻ പിള്ള സംഭാവന ചെയ്ത 3 സെന്റ് സ്ഥലത്ത് പാർട്ടി അംഗങ്ങളിൽ നിന്നും ബഹുജനങ്ങളിൽ നിന്നും സ്വരൂപിച്ച തുക കൊണ്ടാണ് മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത്. 31-ന് വൈകിട്ട് 6 മണിക്ക് തൊളിക്കോട് ജംഗ്ഷനിൽ പൊതുസമ്മേളനം സംഘടിപ്പിക്കും. നിർമ്മാണ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് P. സജി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മന്ദിരത്തിന്റെ ഉദ്ഘാടനം കോടിയേരി ബാലകൃഷ്ണൻ നിർവഹിക്കും. ലൈബ്രറിയുടെ ഉദ്ഘാടനം CPM ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ MP-യും സുവനീർ പ്രകാശനം പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം K. രാജഗോപാലൻ നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് മാത്യു, ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ തുടങ്ങിയ പാർട്ടി നേതാക്കൾ പ്രസംഗിക്കും. പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം പുനലൂരിൽ എത്തിച്ചേരുന്ന കോടിയേരി ബാലകൃഷ്ണന് വൻപിച്ച വരവേൽപ്പ് നൽകാനുള്ള ഒരുക്കങ്ങളും സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ നടന്നുവരികയാണ്. ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടി എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് അകൈതവമായ പിന്തുണയും സഹായവും ലഭിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഈ ഉദ്ഘാടന സമ്മേളനം നിർവഹിക്കും. അതേപോലെ തന്നെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും MP-യുമായ KN ബാലഗോപാൽ ഈ ചടങ്ങിൽ പങ്കെടുക്കും. ഇതിൻ്റെ ആദ്യം ശിലവാകിയ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം നേരത്തെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന K. രാജഗോപാൽ ഈ ചടങ്ങിൽ സംബന്ധിക്കും. അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് മാത്യു, നമ്മുടെ പുനലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ്, പാർട്ടി ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ തുടങ്ങിയ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിലായിരിക്കും ഈ ചടങ്ങ് നിർവഹിക്കുക. വാർത്താ സമ്മേളനത്തിൽ നിർമ്മാണ കമ്മിറ്റിയുടെ സെക്രട്ടറി അഡ്വക്കേറ്റ് P. സജി, AKG ലൈബ്രറിയുടെ പ്രസിഡന്റും നിർമ്മാണ കമ്മിറ്റി ചെയർമാനുമായ NB ജോൺ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി R. സുഗതൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പവിത്രം ജുവലേഴ്സ് ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. കിങ്സ് മെഡിക്കൽ സെന്റർ താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ, സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. കിങ്സ് മെഡിക്കൽ സെന്റർ താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. മൊബൈൽ 9442555870. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഒഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഒഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോൺടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഒഫ്താൽമോളജി. ദിവസേന വേദനരഹിത, തുന്നൽരഹിത, രക്തരഹിത തിമിര ശസ്ത്രക്രിയകൾ ആശുപത്രിവാസമില്ലാതെ മിതമായ നിരക്കിൽ ചെയ്യപ്പെടുന്ന പുനലൂരിലെ ഏക സ്ഥാപനം. ഫോൺ 8891949693. സ്റ്റൈൽ ബാത്ത്. സ്റ്റൈൽ ബാത്ത്. Classy sanitary wears. From the house of luxury sanitary wares, Style Bath, Kottarakara, Ayur, Punlur.
പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി ബികോം പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ്. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, ബികോം, എംകോം, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ. പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം MJ ആർക്കേഡ്, പുനലൂർ. ഫോൺ 9447154898. BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. ഇടിമണ്ണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ, അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ഫാഷൻ ജ്വല്ലറി, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി, മുണ്ടക്കയം, റാന്നി, മുക്കൂട്ടുതറ, ചിറ്റാർ, പുനലൂർ. സുവർണ വിസ്മയമായ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ അവളിൽ സൗന്ദര്യം നിറയും. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാൻ അവൾ കാത്തിരിക്കും. ആ കാത്തിരിപ്പ് അവളുടെ മംഗല്യ മുഹൂർത്തത്തിലാവുമ്പോൾ അതിന് എന്തെന്നുമില്ലാത്തൊരു ശോഭ നൽകും. ആ ശോഭയിൽ അവൾ തിളങ്ങും ഒരു രാജകുമാരിയെ പോലെ. ഷൈനിങ് ഗോൾഡ് 916 ഹാൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. കേരള ഫാഷൻ ജ്വല്ലറി, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, മെയിൻ റോഡ്, പത്തനാപുരം. ഫോൺ 0475235545. കലാ, സാഹിത്യ, സാമൂഹ്യ, സാംസ്കാരിക പ്രസ്ഥാനമായ കേരള ഫോക്കസിന്റെ 3ാമത് വാർഷികാഘോഷം ഓഗസ്റ്റ് 2 നടക്കും. ഉച്ചകഴിഞ്ഞ് 2 പുനലൂർ ഗവൺമെന്റ് LP സ്കൂളിലാണ് സാംസ്കാരിക സമ്മേളനവും കാവ്യ സംഗീതോത്സവവും സംഘടിപ്പിക്കുന്നത്. കേരള ഫോക്കസ് ചെയർമാൻ PS സുബാൽ XMLയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സമ്മേളനം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ MR തമ്പാൻ ഉദ്ഘാടനം ചെയ്യും. കേരള ഫോക്കസ് കൾച്ചറൽ സെന്റർ പുരസ്കാരം ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം സന്നിധാനന്ദൻ പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജുവിൽ നിന്നും ഏറ്റുവാങ്ങും. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള അവാർഡ് നേടിയ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹന് സ്വീകരണം നൽകും. പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയൻ, അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KN വാസവൻ, KLDC ചെയർമാൻ ബെന്നി കക്കാട്, സിനിമാ നിർമ്മാതാവ് അഡ്വക്കേറ്റ് K അനിൽകുമാർ, സംവിധായകൻ MA നിഷദ് എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. കേരള ഫോക്കസ് പ്രസിഡന്റ് VP ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി മിംസി അലിമുക്ക്, ജനറൽ കൺവീനർ പിറവന്തൂർ ഗോപാലകൃഷ്ണൻ, മാനേജിംഗ് എഡിറ്റർ വിഷ്ണുദേവ്, ചീഫ് കോർഡിനേറ്റർ രാജൻ മൈത്രയ, B രാധാമണി, C അജയപ്രസാദ്, S ബിജു, സന്തോഷ് നാസ, എബ്രഹാം ജോർജ്, അഡ്വക്കേറ്റ് AC സഞ്ജയ് ഖാൻ, അഡ്വക്കേറ്റ് F കാസ്ലസ് ജൂനിയർ, സുരേഷ് ശിവദാസ് എന്നിവർ സംസാരിക്കും. തുടർന്ന് നടക്കുന്ന കാവ്യ സംഗീതോത്സവത്തിൽ ഉമ്മന്നൂർ ഗോപാലകൃഷ്ണൻ, ഗണപൂജാരി, ബൃന്ദ, ഡോക്ടർ ഷെർലി ശങ്കർ, ഷീജ ബീഗം, താഴ്വര ഗോപിനാഥ്, EK ശരത്ചന്ദ്രൻ, കൊട്ടാരക്കര സുധർമ്മ, അരുണഗിരി, ഇടമുളയ്ക്കൽ ബാലകൃഷ്ണൻ, ആറ്റുവാശ്ശേരി സുകുമാരൻപിള്ള എന്നിവർ പങ്കെടുക്കും. വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച 2014-15 കേരള യൂണിവേഴ്സിറ്റി കലാതിലകം കുമാരി അപർണ S അനിൽ, ആർട്ടിസ്റ്റ് RV അനിൽകുമാർ എന്നിവരെ ആദരിക്കും. സാംസ്കാരിക രംഗത്ത് പ്രത്യേകിച്ചും കണ്ടുവരുന്ന ഒരു സവിശേഷത, ആ രംഗത്തുള്ള ഒരു മുരടിപ്പ്, ഒരു സ്റ്റാഗ്നേഷൻ, ഒരു സ്തംഭനാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ വളരെ അംഗുലീപരിമിതമായി ഇങ്ങനെയുള്ള പരിപാടികൾക്ക് ആളുകളുടെ സാന്നിധ്യവും സഹകരണവും പ്രാതിനിധ്യവും താരതമ്യേന കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കേരള ഫോക്കസ് ഇതുവരെയായി സംഘടിപ്പിച്ച മിക്കവാറും എല്ലാ പരിപാടികളിലും ഓരോ പ്രാവശ്യവും പങ്കെടുക്കുന്ന ആളുകളുടെ അംഗസംഖ്യ കൂടുതൽ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു നല്ല ഒരു പോസിറ്റീവ് സ്റ്റെപ്പായിട്ട് നമ്മൾ കാണുന്നു. എന്ന് മാത്രമല്ല, ആളുകൾക്ക് കൂടുതൽ ആവേശവും താല്പര്യവും അഭിനിവേശവും ഇക്കാര്യത്തിലുണ്ട്. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് VP ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി മിംസി അലിമുഖ്, ജനറൽ കൺവീനർ പിറവന്തൂർ ഗോപാലകൃഷ്ണൻ, മാനേജിംഗ് എഡിറ്റർ വിഷ്ണുദേവ്, സുരേഷ് ശിവദാസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തൃശൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ അധികൃതർ തെന്മല ഇക്കോ ടൂറിസം സന്ദർശിച്ചു. തെന്മല ഇക്കോ ടൂറിസത്തിൽ 2 ദിവസത്തെ പാക്കേജാണ് സംഘം ലക്ഷ്യമിടുന്നത്. ബുധനാഴ്ചയാണ് 3-അംഗ സംഘം തെന്മലയിലെത്തിയത്. തൃശൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ നടപ്പിലാക്കുന്ന ടൂറിസം പാക്കേജിന്റെ തെന്മലയിലെ സാധ്യതാ പഠനം നടത്താനാണ് സംഘം എത്തിയത്. നിലവിൽ 5 ടൂർ പാക്കേജുകൾ നടപ്പിലാക്കുന്ന DTPC 5 പുതിയ പാക്കേജുകൾ കൂടി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തെന്മല സന്ദർശിക്കാനെത്തിയത്. തെന്മല ഇക്കോ ടൂറിസം അധികൃതർ സംഘത്തിന് വേണ്ട സഹായങ്ങൾ ഒരുക്കി നൽകി. തെന്മല ഇക്കോ ടൂറിസത്തിൽ 2 ദിവസത്തെ പാക്കേജാണ് സംഘം ലക്ഷ്യമിടുന്നത്. ഇതിനായി ഇക്കോ ടൂറിസത്തിലെ വിവിധ സോണുകൾ, താമസ സൌകര്യം, ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങൾ സംഘം ശേഖരിച്ചു. ഇതുകൂടാതെ തൃശൂരിൽ നിന്നും തെന്മലയിലേക്ക് എത്താനുള്ള ഗതാഗത മാർഗങ്ങളും ശേഖരിച്ചു. തെന്മല പ്രകൃതി രമണീയമാണെന്നും പുതിയ പാക്കേജിൽ തെന്മല തീർച്ചയായും ഉൾപ്പെടുത്തുമെന്നും തൃശൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ സെക്രട്ടറി KG പ്രാൻസിംഗ് പറഞ്ഞു. എക്കോ ടൂറിസം അധിഷ്ഠിതമായ പരിപാടികൾ, പ്രോഗ്രാമുകൾ തുടങ്ങാൻ പോവുകയാണ്.
അതിൻ്റെ മുന്നോടിയായിട്ട് ഏഷ്യയിലെ ഏറ്റവും ആദ്യത്തെ എക്കോ ടൂറിസം പ്രൊജക്റ്റ് എന്നറിയപ്പെടുന്ന വിഖ്യാതമായ ഈ തെന്മലയിൽ ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, പഠിക്കാൻ, ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾക്ക് മാതൃകാപരമായിട്ട് മുന്നോട്ട് വയ്ക്കാനായിട്ട് പഠനത്തിനായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ തൃശ്ശൂർ ജില്ലാ DTPC കേരളത്തിലെ ഭൂരിഭാഗം ജില്ലകളിലേക്ക് ടൂർ പാക്കേജിൽ ആരംഭിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് 5 ടൂർ പാക്കേജുകളുണ്ട്. പുതുതായിട്ട് 5 കൂടി ആരംഭിക്കാനും പോകുന്നുണ്ട്. അതിൽ ഒരെണ്ണം അക്കോമഡേഷനുള്ളൊരു ടൂർ പാക്കേജ്, 2 ദിവസം ദ്വിദിന ടൂർ പാക്കേജ് ഈ തെന്മലയിലേക്ക്, ഈ മനോഹരമായ ഭൂപ്രദേശത്തേക്ക്, പ്രകൃതിക്ക് ഇണങ്ങുന്ന ഒരുപാട് ജീവജാലങ്ങൾ നിറഞ്ഞ ഈ പരിസരത്തേക്ക് തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളെ കൊണ്ടുവരിക എന്നുള്ളൊരു ബൃഹത്തായ ഉദ്യമം ഞങ്ങൾ ഏറ്റെടുക്കാൻ പോവുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് അത്തരം കാര്യങ്ങളുടെ സാധ്യത കൂടി പഠിക്കാനാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. സെക്രട്ടറിയെ കൂടാതെ DTPC ഉദ്യോഗസ്ഥരായ മനേഷ് സബ്സ്റ്റഡിയൻ, TD ധനേഷ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. തെന്മല എക്കോ ടൂറിസം പ്രോജക്ട് എക്സിക്യൂട്ടീവ് മനോജ് സംഘത്തിന് സഹായങ്ങളൊരുക്കി. ന്യൂസ് ബ്യൂറോ, തെന്മല. അഞ്ചൽ അഗസ്ത്യക്കോട് ശ്രീകൃഷ്ണവിലാസം ഗ്രന്ഥശാല വീണ്ടും വായനയുടെ ലോകത്തേക്ക്. നടപടി ലൈവ് വാർത്താ റിപ്പോർട്ടിനെ തുടർന്ന്. രാഷ്ട്രീയ ഇടപെടൽ മൂലം കഴിഞ്ഞ 4 വർഷമായി പൂട്ടിക്കിടന്ന അഗസ്ത്യക്കോട് ശ്രീകൃഷ്ണവിലാസം ഗ്രന്ഥശാല പഴയകാല പ്രൗഢിയിലേക്ക് തിരിച്ചെത്തുന്നു. കഴിഞ്ഞ ദിവസം താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി P. കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ പുതിയ ഭരണസമിതി ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. നിമിഷകവി അഞ്ചൽ R. വേലുപ്പിള്ളയും ആർച്ചൽ സ്വദേശിയും സാമൂഹിക ഉദ്ധാനക നായകനുമായ വേലുപ്പിള്ളയും ചേർന്ന് നാട്ടിലെ ചെറുപ്പക്കാരെ കൂട്ടുപിടിച്ച് വീട് വീടാന്തരം കയറിയിറങ്ങി പുസ്തകങ്ങൾ ശേഖരിച്ചാണ് അഞ്ചലിലെ ആദ്യ ഗ്രന്ഥശാലയായ അഗസ്ത്യക്കോട് ശ്രീകൃഷ്ണവിലാസം ഗ്രന്ഥശാല സ്ഥാപിച്ചത്. വേലുപ്പിള്ളയുടെ നേതൃത്വത്തിൽ നാട്ടിലെ ചെറുപ്പക്കാരെ ഉൾപ്പെടുത്തി നായർ യുവജന സമാജം സ്ഥാപിച്ച ശേഷം ശ്രീകൃഷ്ണ ഭഗവാന്റെ ആരാധനാലയമായ ഭജനമഠത്തോടൊപ്പമാണ് ഈ ഗ്രന്ഥശാലയുടെയും പ്രവർത്തനം ആരംഭിച്ചത്. ഗ്രന്ഥശാലയും ആരാധനാലയവും ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു എന്ന പ്രത്യേകതയും ഇതിനെ മറ്റ് ഗ്രന്ഥശാലകളിൽ നിന്നും വ്യത്യസ്തമാക്കിയിരുന്നു. ഭക്തിയോടൊപ്പം വായനയും അതിന്റെ പരമോന്നതിയിലെത്തിയപ്പോൾ ഭജനമഠവും ഗ്രന്ഥശാലയും 2 പ്രസ്ഥാനങ്ങളായി മാറി. 2005 ഗ്രന്ഥശാലയ്ക്ക് സമീപമുള്ള അഗസ്ത്യക്കോട് മൈതാനിയിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം വിപുലപ്പെടുത്തി. ഗ്രന്ഥശാലയോടൊപ്പം ഉണ്ടായിരുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭജനമഠമാണ് കേരളത്തിലെ ആദ്യത്തെ ദശാവതാര മഹായാഗത്തിലൂടെ പ്രശസ്തമായ അഗസ്ത്യക്കോട് ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രമായി ഇന്ന് അറിയപ്പെടുന്നത്. റിട്ടേണിംഗ് ഓഫീസർ ഗ്രീഷ്മ പ്രകാശിന്റെ സാന്നിധ്യത്തിൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട 11 ഭരണസമിതിയിൽ നിന്നും പ്രസിഡന്റായി KB പ്രതീഷ് കുമാറിനെയും സെക്രട്ടറിയായി M. ജിനേഷ് കുമാറിനെയും വൈസ് പ്രസിഡന്റായി അരുൺ C. പിള്ളയെയും ജോയിന്റ് സെക്രട്ടറിയായി സുധി S.നെയും തെരഞ്ഞെടുത്തു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായി M. അനീഷ് കുമാർ, മായ വേണു, രഞ്ജു രാജൻ, രാഹുൽ രമണൻ, S. ദിവ്യ, അനീഷ് കുമാർ M, വിനോദ് CS എന്നിവരെയും തെരഞ്ഞെടുത്തു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് F. കാസ്ലസ് ജൂനിയർ, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാരും ഗ്രന്ഥശാലയുടെ മുൻ ഭാരവാഹികളായ S. വാസി, G. ലളിതമ്മ, V. നന്ദകുമാർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഒറ്റക്കൽ ഗവൺമെന്റ് വെൽഫെയർ UP സ്കൂളിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് നിർമ്മിച്ച റേഡിയോ നിലയം കൗതുകമാകുന്നു. സ്കൂൾ ഹെഡ്മിസ്ട്രസിന്റെ മുറിയിൽ നിന്നാണ് സംപ്രേഷണം. ഒറ്റക്കൽ ഗവൺമെന്റ് വെൽഫെയർ UP സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് നിർമ്മിച്ച റേഡിയോ നിലയം കൗതുകമാകുന്നു. 2012 SSA ഗ്രാന്റും സ്കൂളിന്റെ തനത് ഫണ്ടും ഉപയോഗിച്ച് ഇലക്ട്രിഫിക്കേഷൻ നടത്തുകയും പിന്നീട് റേഡിയോ നിലയം എന്ന ആശയം ഉയരുകയുമായിരുന്നു. ഉച്ചതിരിഞ്ഞ് 1:45 മുതൽ 2 മണി വരെയാണ് കുട്ടികളുടെ റേഡിയോ നിലയത്തിൽ നിന്നും സംപ്രേഷണം ആരംഭിക്കുന്നത്. സ്കൂൾ ഹെഡ്മിസ്ട്രസിന്റെ മുറിയിൽ നിന്നുമാണ് സംപ്രേഷണം. പ്രധാന വാർത്തകൾ, പ്രാദേശിക വാർത്തകൾ, ആരോഗ്യം, ചിന്ത, കൗതുക വാർത്തകൾ, പഴഞ്ചൊല്ലുകൾ തുടങ്ങിയ പരിപാടികൾ കുട്ടികൾ അവതരിപ്പിക്കുന്നു. വിവിധ ക്ലാസ് മുറികളിലായി 7ഓളം സ്പീക്കറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ലോകദിനങ്ങളിലും വിശേഷ ദിവസങ്ങളിലും പ്രത്യേകം പരിപാടികളും ഉണ്ടാകും. ദിവസവും ഓരോ ക്ലാസ്സിലെ കുട്ടികളാണ് പരിപാടികൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത്. പരിപാടി അവതരിപ്പിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും പരിപാടിയിലൂടെ അറിവ് ലഭിക്കുന്നു എന്ന് സ്കൂൾ പ്രഥമാധ്യാപിക MS രേണുക പറഞ്ഞു. എല്ലാ ക്ലാസ്സുകളിലും സ്പീക്കർ വെച്ചിട്ടുണ്ട്. ഓഫീസ് റൂമിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന സമയത്ത് എല്ലാ ക്ലാസ്സുകളിലും കുട്ടികൾക്ക് അത് കേൾക്കാൻ പറ്റും. അങ്ങനെ ഓരോ ക്ലാസ്സിലെയും കുട്ടികൾ, അത് 1 മുതൽ 7 വരെ ക്ലാസ്സുകളിലെ കുട്ടികൾ ഓരോ ദിവസവും റേഡിയോ നിലയ പരിപാടികൾ ആരംഭിക്കും. അത് 1:45 മുതൽ 15 മിനിറ്റ് സമയമാണ് എല്ലാ ദിവസവും എടുക്കുന്നത്. 2 മണിയാകുമ്പോഴത്തേക്ക് അവസാനിക്കത്തക്ക വിധത്തിൽ വാർത്തകൾ, പ്രാദേശിക വാർത്ത, കൗതുക വാർത്ത, ചിന്താവിഷയം, കടങ്കഥ, പഴഞ്ചൊല്ല്, പിന്നെ പ്രത്യേക ദിനങ്ങളുണ്ടെങ്കിൽ ആ ദിനങ്ങളുടെ വിശേഷങ്ങൾ, ഇങ്ങനെ കുട്ടികൾ തന്നെ കാര്യപരിപാടികൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന രീതിയാണ്. വരും നാളുകളിൽ ഓരോ ക്ലാസ് മുറിയിലും പ്രത്യേകം കേൾക്കുന്ന വിധത്തിൽ റേഡിയോ സജ്ജമാക്കാൻ ശ്രമം നടത്തുമെന്നും ഹെഡ്മിസ്ട്രസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല. കിഴക്കൻ മേഖലാ വെള്ളച്ചാട്ടങ്ങളിൽ വിനോദസഞ്ചാരികളുടെ തിരക്കേറുന്നു. ദിവസേന 100 കണക്കിന് സഞ്ചാരികളാണ് ഇവിടെ എത്താറുള്ളത്.
അച്ചൻകോവിൽ, കുംഭാപുരുട്ടി, തെങ്കാശി, കുറ്റാലം, ആര്യങ്കാവ്, പാലരുവി തുടങ്ങിയ പ്രധാന വെള്ളച്ചാട്ടങ്ങളിൽ വിനോദസഞ്ചാരികളുടെ തിരക്കും ഏറുകയാണ്. മൺസൂൺ ടൂറിസം ആസ്വദിക്കാൻ എത്തുന്നവരും കുറവല്ല. അച്ചൻകോവിലാറും കഴുതുരുട്ടിയാറും കല്ലടയാറുമൊക്കെ മത്സരിച്ചൊഴുകുകയാണ്. എന്നാൽ ഇവയെ അപേക്ഷിച്ച് മലഞ്ചെരുവുകളിലെ ചെറു അരുവികൾക്ക് ഭംഗിയേറെയാണ്. വിനോദസഞ്ചാരികളെ മാത്രമല്ല, ദേശീയപാതയിലൂടെ കടന്നു പോകുന്നവർക്കും മലമുകളിലെ അരുവികൾ രസകാഴ്ചയാണ്. കാനന ഭംഗിക്ക് മോടികൂട്ടാൻ ചാറ്റൽ മഴയും ഇടവിട്ടെത്തുന്നുണ്ട്. ദേശീയ പാതയോരത്തുള്ള ഇരപ്പിൻചാൽ, RB കുറ്റാലം തുടങ്ങിയ വെള്ളച്ചാട്ടങ്ങൾ കുളിക്കാൻ വഴിയാത്രക്കാർക്കും ലോറി ഡ്രൈവർമാർക്കും സൗകര്യപ്രദമാണ്. ഇതുകൂടാതെ മഴച്ചിത്രങ്ങൾ പകർത്താൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാരും തെന്മലയിൽ എത്തുന്നുണ്ട്. കാലവർഷം ഇത്തവണ ഇടവിട്ടെത്തുന്നതിനാൽ ജനജീവിതം പൊതുവെ ദുസ്സഹമല്ല. ന്യൂസ് ബ്യൂറോ, തെന്മല. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി ആൻഡ് ഗോൾസ്. എന്റെ ഇക്ക, നിങ്ങളുടെ പ്രായമുണ്ടല്ലോ ടിവിക്ക്, ഇനിയെങ്കിലും ഒന്ന് മാറ്റിക്കൂടെ? ഓ, ഇനിയിപ്പോ ഓണമൊക്കെ ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. ഇതൊക്കെ വെറുതെ ആണെന്നേ. ദക്ഷിണേന്ത്യയിൽ 250ഓളം ശാഖകളുള്ള വൈറ്റ് മാർട്ടിലേക്ക് ലോൺ എടുക്കാൻ കൊണ്ടുചെല്ലേണ്ടത് ഇത്രമാത്രം: അഡ്രസ് പ്രൂഫ്, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഒരു ക്യാൻസൽ ചെയ്ത ചെക്ക്. നോക്കട്ടെ. ആഹാ, നമ്മുടെ പുനലൂരുമുണ്ടല്ലോ. അപ്പൊ ഇനി TV വാങ്ങാൻ ഓണത്തിനും ക്രിസ്മസിനും ഒന്നും കാത്തു നിൽക്കണ്ടല്ലേ. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBT സമീപം, മെയിൻ റോഡ്, പുനലൂർ. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. മനസ്സ് നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ പവിഴം ഗോൾഡ് ഉള്ളപ്പോ ആഘോഷങ്ങൾക്കിനി അതിരുകൾ വേണ്ട. പവിഴം ഗോൾഡ്, 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ. ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിലുണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, ഫിനോലെക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 222120. ഡേറ്റാടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, ശിവൻകോവിൽ റോഡ്, പുനലൂർ. കേരള യൂണിവേഴ്സിറ്റി ലേണേഴ്സ് സപ്പോർട്ട് സെന്ററായ ഡേറ്റാടെക് BBA, BCA, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCom കോർപ്പറേഷൻ, BA ഇംഗ്ലീഷ് തുടങ്ങിയ UG കോഴ്സുകൾ, MPA, MCom ഫിനാൻസ്, MA ഇംഗ്ലീഷ് തുടങ്ങിയ PG കോഴ്സുകളിലും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ 4 നൂറ്റാണ്ട് പിന്നിടുന്ന പരിചയ സമ്പന്നതയ്ക്കൊപ്പം മികവുറ്റ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും. സിവിൽ, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ തുടങ്ങി 3 വർഷ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. ഡേറ്റാടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, ശിവൻകോവിൽ റോഡ്, പുനലൂർ. KMK ആയുർവേദ കമ്മ്യൂണിറ്റി കോളേജ്, KMK ഹോസ്പിറ്റൽ കോംപ്ലക്സ്, കുന്നിക്കോട് PU, കൊല്ലം. 1 വർഷം കൊണ്ട് ജോലി നേടുവാൻ ആയുർവേദ നഴ്സിംഗ് 62 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ഡോക്ടർ K മൊയ്തീൻ കുഞ്ഞിലബയുടെ മേൽനോട്ടത്തിൽ കുന്നിക്കോട് KMK ആയുർവേദ ആശുപത്രിയിൽ കഴിഞ്ഞ 13 വർഷമായി ആയുർവേദ നഴ്സിംഗ് ആൻഡ് പഞ്ചകർമ്മ കോഴ്സ് നടത്തിവരുന്നു. ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നു. ഡവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. പെട്രോ ടൈൽസ്, എക്സ്റ്റീരിയർ ഡിസൈനർ ടൈൽസ്, പേവിംഗ് ബ്ലോക്സ്, വോൾ ടൈൽ, ഫ്ലോർ ടൈൽ എന്നിവ നിർമ്മിക്കപ്പെടുന്നു. വിവിധ ഡിസൈനുകളിലുള്ള ടൈലുകൾ തിരഞ്ഞെടുക്കാം. ഓളോ ബ്രിക്സ്, കോൺക്രീറ്റ് ബ്ലോക്കുകൾ, ഇഷ്ടിക, മെറ്റൽ, പാറമണൽ, സിമന്റ്, സ്റ്റീൽ, AC ഷീറ്റ്, കമ്പി, പെയിന്റ് ആൻഡ് സാനിറ്ററി, റൂഫിംഗ് ഷീറ്റ്, സെറാമിക് ടൈലുകൾ തുടങ്ങി മേൽത്തരം കമ്പനികളുടെ
കമ്പനിയുടെ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ലഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. ഫോൺ 0475222663. വസ്ത്രവിപണന രംഗത്ത് ചിത്രാസ് കളക്ഷൻസ് നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നു അമ്പരപ്പിക്കുന്ന വിലക്കുറവിൽ 3 നിലകളിലായി. റെഡിമെയ്ഡ് ഡ്രസ്സുകൾ, ഫാൻസി ഡിസൈൻ സാരികൾ, പട്ടുസാരികൾ, പാർട്ടി വെയറുകൾ, പ്രമുഖ കമ്പനികളായ DH, സീറോ, റെക്സോ, രാംരാജ്, കിറ്റെക്സ്, MCR, സിറ്റി, ഉദയം, റജന്റ്, ഷെൽട്ടോൺ, ജോൺ നോബൽ ഷർട്ടുകളും പാന്റുകളും, വിസ്മയ, വിസ്റ്റാർ, റോഷിനി, ലിസ എന്നീ കമ്പനികളുടെ ചുരിദാർ പീസുകൾ എന്നിവയുടെ അതിശയിപ്പിക്കുന്ന കളക്ഷൻ. വിലക്കുറവിലൂടെ നല്ല വസ്ത്രങ്ങൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് സ്വന്തമാക്കൂ. ചിത്രാസ് കളക്ഷൻസ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, മെയിൻ റോഡ്, പുനലൂർ. ശരീരമാകെ പച്ചനിറത്തിലുള്ള തവള ശ്രദ്ധേയമാകുന്നു. സാധാരണ തവളയെ അപേക്ഷിച്ച് വ്യത്യസ്ത ഇനം തവളയെയാണ് പത്തനാപുരം മേഖലയിൽ കണ്ടെത്തിയത്. ശരീരമാകെ പച്ചനിറത്തിലും കാൽപാദം ചുവന്ന നിറത്തിലുമാണ്. കൂടാതെ ശരീരത്തിന്റെ അടിഭാഗം മഞ്ഞ നിറത്തിലും കാണപ്പെട്ടു. 2 ദിവസം മുമ്പാണ് തവള വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പരന്ന കാൽപാദങ്ങൾ താറാവിന്റേതിന് സമാനമായി തോന്നും. വിരലുകൾ തമ്മിൽ ചേർത്തുകൊണ്ടുള്ള നേർത്ത ത്വക്ക് കാണപ്പെട്ടു. ചെറുപ്രാണികളും ജലത്തിലെ പായലും ഇവയ്ക്ക് ആഹാരമാണ്. മുൻകാലുകളും പിൻകാലുകളും ശരീരത്തോട് ചേർത്ത് വെച്ച് ഇലയുടെ ആകൃതിയിലേക്ക് രൂപാന്തരപ്പെടാനും ഇതിന് പ്രത്യേക കഴിവുണ്ട്. കൂടുതൽ സമയവും ഉറക്കത്തിലായിരിക്കുന്ന തവള രാത്രിയിലാണ് ഇര തേടുന്നത്. കാലുകൾ നിവർത്തിയാൽ ഇതിന്റെ ശരീരത്തിന് ഏകദേശം 10 സെന്റിമീറ്ററോളം വലിപ്പവും ഉണ്ടാകും. സാധാരണ നാട്ടിൻപുറങ്ങളിൽ കാണപ്പെടുന്ന തവളയേക്കാൾ വ്യത്യസ്തവും മനോഹരവുമാണ് ഈ ജീവി. അപ്രതീക്ഷിതമായി വീട്ടിലെത്തിയ വിരുന്നുകാരനെ കൗതുകത്തോടെയും ഏറെ ശ്രദ്ധയോടുമാണ് വീട്ടുകാർ പരിപാലിച്ചു പോരുന്നത്. പുതിയ അതിഥിയെ കാണാൻ കൂടുതൽ ആളുകൾ വർഗീസിന്റെ വീട്ടിലേക്കും എത്തുന്നുമുണ്ട്. കണ്ടപ്പോൾ വളരെ ഇൻട്രസ്റ്റ് തോന്നി. ഞങ്ങള് പല ആൾക്കാർ വന്ന് ഇതിനെ കാണുന്നതിനിടയായി തീർന്നു. വെറൈറ്റി ആയതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെ കളയാനും തോന്നുന്നില്ല. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഇനി സ്വർണ്ണവെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിരവധി ബൈക്ക് മോഷണ കേസിലെ പ്രതിയെ കടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് ആൽത്തറമൂട് വാറൂർ വീട്ടിൽ ശരത്. തൃശൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ അധികൃതർ തെന്മല എക്കോ ടൂറിസം സന്ദർശിച്ചു. 2 ദിവസത്തെ പാക്കേജാണ് സംഘം ഇവിടെ ലക്ഷ്യമിടുന്നത്. പുനലൂർ തൊളിക്കോട് നിർമ്മിക്കുന്ന AKG മന്ദിരത്തിന്റെ ഉദ്ഘാടനം 31-ന് നടക്കും. വൈകുന്നേരം 6-ന് CPM സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്, പുനലൂർ. കിങ്സ് മെഡിക്കൽ ലാബ്, പുനലൂർ. ഇടിമണിക്കൽ ജുവലറി, പുനലൂർ. കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ്, പുനലൂർ. ശങ്കർ സായി ഹോസ്പിറ്റൽ, പുനലൂർ. ആൻഡ് SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, കുന്നിക്കോട്.